കമൽ തുടരുന്നുണ്ട്. കമൽ, ഈ പുതിയ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രത്തോളം ശ്രമകരമായിരുന്നു ഈ ദൗത്യം എന്ന് കൂടുതൽ ബോധ്യമാകുന്നുണ്ട് പ്രേക്ഷകർക്ക്? രതീഷ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. ആന ലോറിയുടെ അടുത്തെത്തിയപ്പോൾ വലിയ മടി കാണിച്ചു ലോറിയിലേക്ക് കയറ്റാൻ. അപ്പോഴാണ് കോന്നി സുരേന്ദ്രൻ എന്ന കുങ്കിയാനയുടെ മിടുക്ക് നമ്മൾ അറിയുന്നത്. പിന്നിൽ നിന്ന് ശക്തമായി തള്ളിയാണ് ആന ഈ ക്രോളിലേക്ക് കയറ്റിയത്. മറ്റ് രണ്ട് കുങ്കിയാനകൾ അപ്പോഴേക്കും മാറി നിന്നിരുന്നു. സുരേന്ദ്രനാണ് പാപ്പാൻ വൈശാഖ സുരേന്ദ്രന്റെ പുറത്തുണ്ടായിരുന്നത്. സുരേന്ദ്രനാണ് തള്ളി ആനയെ ക്രൗഡിലേക്ക് കയറ്റിയത്. വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു അത്. ആ ദൃശ്യങ്ങളാണ്, അതിന്റെ കൂടുതൽ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ ശ്രമകരമായ ഒരു ദൗത്യം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ഇനി യാത്രയാണ്. ഏതാണ്ട് 1 മണിക്കൂർ സുൽത്താൻ ബത്തേരിയിലെത്താൻ. അവിടെ നിന്ന് മുത്തങ്ങയിൽ എത്തിയ ശേഷം വനത്തിലൂടെ യാത്ര. അത് ദേശീയപാതയിലൂടെ തന്നെ അതിർത്തി കടക്കുമോ എന്ന് നമുക്കറിയില്ല. മറ്റേതെങ്കിലും വഴിയിൽ ട്രൈ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്. വനത്തിനകത്താണത്. കേരള, കർണാടക, അതുപോലെ തമിഴ്നാടിന്റെയും അതിർത്തികൾ സംഗമിക്കുന്ന ഒരു ട്രൈ ജംഗ്ഷൻ ഉണ്ട് മുത്തങ്ങ വനത്തിനുള്ളിൽ. ആ വഴിയിൽ വനം വകുപ്പ് വാഹനം അതിലെങ്ങാൻ കാട്ടിലൂടെ പോകുമെന്ന് നമുക്കറിയില്ല. എന്നാലും സുൽത്താൻ ബത്തേരി നഗരം കടക്കാതെ ഇവിടെ നിന്ന് ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ബത്തേരിയിലേക്ക് തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുക്കും. രാത്രി ആയതുകൊണ്ട് ഒരുപക്ഷെ ഒരു 50 മിനിറ്റ് കൊണ്ടൊക്കെ ബത്തേരി കടക്കാനാകും പ്രതീക്ഷിക്കാം. എന്തായാലും അങ്ങോട്ട് എത്തേണ്ടതുണ്ട്. അതാണ് ഇനി അടുത്ത ദൗത്യം. മാനന്തവാടിയിൽ നിന്ന് എന്തായാലും ആനയുമായി വാഹനം അല്പസമയത്തിനകം പുറത്തിടും. രാവിലെ 5:30 മുതൽ തുടങ്ങിയതാണ് ആനയുടെ പിന്നാലെയുള്ള ഓട്ടം. അതിപ്പോൾ അവസാനിക്കുന്നു. ഇനി ഈ എലഫന്റ് ആംബുലൻസ് എന്നറിയപ്പെടുന്ന ഈ വാഹനം പുറപ്പെടേണ്ട ഒരു താമസമേ ഉള്ളൂ. ആന പൂർണ്ണമായും ട്രോളിന് അകത്ത് കഴിഞ്ഞു. എനിക്ക് ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല. ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടാകും. ഇപ്പോഴും ട്രോളിന് സമീപത്തെ ദൗത്യത്തിലെ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സമയം വരെ മറ്റ് കുമ്പിയാനകളുടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആനയ്ക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ലോറി പുറപ്പെടണം. വലിയൊരു ജനക്കൂട്ടം ഈ കുന്നിൻമുകളിലും വീടുകളുടെ മുകളിലേക്ക് നിന്നിരുന്ന ആളുകളൊക്കെ പിരിഞ്ഞുപോയി. പക്ഷേ ലോറിക്ക് അടുത്ത് നമ്മൾക്ക് കാണാവുന്നത് പോലെ ഇപ്പോഴും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. മറ്റു ആളുകൾ ദൂരെ നിന്ന് നോക്കിയിരുന്ന ആളുകളൊക്കെ കുറെയൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും വലിയ ജനക്കൂട്ടം തന്നെയാണ് രാത്രി വൈകിയും ഇവിടെ കാത്തുനിന്നത് ഈ ദൗത്യം പൂർത്തിയാകുന്നത് കാണാനായി. പ്രത്യേകിച്ചായി കാട്ടാനയെ ലോറിയിൽ കയറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ആൾക്കൂട്ടം ഇവിടെ തടിച്ചുകൂടി നിന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ എലഫന്റ് ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. അതോടുകൂടി മാനന്തവാടിയിലെ ദൗത്യം പൂർത്തിയാവുകയാണ്. പിന്നീട് ആനയെ റിലീസ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബാക്കിയാവുക. എന്തായാലും 5:30 ആനയെ മയക്കുവെടി വെച്ചപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു 8 മണിക്കുള്ളിൽ ഈ ദൗത്യം പൂർത്തിയാകുമെന്നാണ്. പക്ഷേ പിന്നെയും ഒരുപാട് സമയമെടുത്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൗത്യ സംഘത്തിന് കൃത്യമായ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി ആന മയങ്ങാനുള്ള സമയം, അവിടെ നിന്ന് ആനയെ ഇങ്ങോട്ട് എത്തിക്കൽ, ലോറി നിർത്താനുള്ള സൗകര്യമൊരുക്കൽ, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി ഓരോ കാര്യങ്ങളും പൂർത്തീകരിച്ചാണ് ഇപ്പോൾ രാത്രിയോടെ ഈ ദൗത്യം പൂർത്തിയാകുന്നത്. എലഫന്റ് ആംബുലൻസിൽ ഡ്രൈവർ കയറി കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി പുറപ്പെടും. ദൗത്യം വിജയകരം. വാഹനം പുറപ്പെടാൻ പോകുന്നുവെന്നതാണ് കമൽ അവിടെ നിന്ന് തത്സമയം നൽകുന്ന വിവരം. വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു. കോന്നി സുരേന്ദ്രൻ പണിപ്പെട്ടാണ് ആനയെ ലോറിയിലേക്ക് കയറ്റിയത്. ആനയ്ക്ക് പരിക്കുണ്ടോ, ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വനം ഉദ്യോഗസ്ഥരുടെ പരിശോധന അവിടെ നടന്നിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇനി തുടർ നടപടികൾ എങ്ങനെയാണ് എന്ന കാര്യത്തിലാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതും.